ഹലോ ഫ്രണ്ട്സ്, ഹാരിസ് ഫൈൻ ആൻഡ് സെയിൽസ് എന്ന യൂട്യൂബ് ചാനലിലെ ICICI ഡയറക്റ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ICICI ഡയറക്റ്റിൻ്റെ അകത്ത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം, ഒരു ഡെലിവറി ഓർഡർ പ്ലേസ് ചെയ്യാം. ഞാനത് പ്ലേസ് ചെയ്യുന്നത് ആഫ്റ്റർ മാർക്കറ്റ് അവർ ഓർഡർ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അത് ആഫ്റ്റർ മാർക്കറ്റ് അവർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സൺഡേ ആണ്, ഞാനിപ്പോൾ ഇന്നേ ഓർഡർ പ്ലേസ് ചെയ്തതാണ് നാളത്തേക്ക് വേണ്ടി. അതെങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഐഡിയയിൽ നമ്മൾ മാർക്കറ്റ് അവറിന് മുമ്പ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആയിട്ട് എടുക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, VTC എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വാലിഡ് ടിൽ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെയും വാലിഡ് ആയിരിക്കും. നമ്മൾ ഇന്ന് പ്ലേസ് ചെയ്താലും അതൊരു ഏകദേശം ഒരു 3 വീക്കോളം ആ ഓർഡർ വാലിഡ് ആയിരിക്കും. എപ്പോഴെങ്കിലും ആ സമയത്തിനിടയ്ക്ക് പ്രൈസ് മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഈ ഡിസ്കൗണ്ട് ബ്രോക്കറുടെ ലൈക്ക് ഏഞ്ചൽ ബ്രോക്കറിനകത്തൊക്കെ GTT എന്ന് പറയുന്ന ഓർഡർ അത് 1 ഇയറിലേക്ക് വാലിഡ് ആണ്. അതേ സിമിലർ തിങ് ആണ് VTC എന്ന് പറയുന്നത് ICICI ഡയറക്റ്റിലുള്ള ഓർഡർ. അതെങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ആദ്യം നമുക്കൊരു സെർച്ച് ചെയ്യണ നമുക്കൊരു സ്റ്റോക്ക് കൂടെ സെർച്ച് ചെയ്യാം, അശോക് ലൈലാൻഡ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്താണ് കിടക്കുന്നതാണ്. ഇതിൻ്റെ ഒരു 100 ക്വാണ്ടിറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ 50 ക്വാണ്ടിറ്റിയാണ് ഡെലിവറി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 150 ക്വാണ്ടിറ്റി ആവും. അപ്പോൾ ഒരു നല്ലൊരു സ്റ്റേബിളായിട്ട് ഗ്രോ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചാളായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എൻ്റെ ഊഹം അനുസരിച്ച് ഒരു 174.5 ഓർഡർ എക്സിക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. 75.0 ആണ് കഴിഞ്ഞ ലാസ്റ്റ് ഡേയിൽ, അതായത് കഴിഞ്ഞ ഫ്രൈഡേയിലെ ലോസ്റ്റ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ നമുക്കതിൻ്റെ ചാർട്ട് വഴി ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിലേക്ക് വീണ്ടും അഡീഷണൽ ക്വാണ്ടിറ്റി മേടിച്ച് ട്രേഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. 1 മന്ത് ചാർട്ടൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നതാണ്. സഡൻ ഒരു ഡൗൺ, മറ്റേ ഈവൻ 2 ദിവസം മുമ്പ് ഒരു ഡൗൺ വന്നപ്പോഴാണെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ ഒരു ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി ഡൗൺ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകുന്ന എക്സ്പെക്ടേഷന് പുറത്താണ് ഞാനത് മേടിക്കുന്നത്. എൻ്റെ ആവറേജ് പ്രൈസ് കിടക്കുന്ന ഏകദേശം 100 റുപ്പീസാണ് കിടക്കുന്നത്. ഇപ്പോൾ 150 സംതിങ് ആണ് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ എങ്ങനെ ബൈ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എൻ്റെ റിസർച്ചിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കിട്ടും. ടാർഗറ്റ് പ്രൈസ്, സ്റ്റോപ്പ് ലോസ് സിസ്റ്റം. ഓക്കെ, ഞാൻ ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിലേക്ക് വ്യൂ മോർന്നുള്ള നിൽക്കുക. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതിൽ വീഡിയോ ലെങ്ത് ചെയ്യുമ്പോൾ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഈ റിസർച്ച് എന്താണ് ഈ ഓരോ പാരാമീറ്റർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. താഴെയുള്ള ബൈ എന്നുള്ളത് കൊടുക്കുക, ഡെലിവറി ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ ഡെലിവറി, മാർജിൻ ട്രേഡ് ഫെസിലിറ്റി, ഇൻട്രാഡേ, സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കുകയാണെങ്കിൽ ഡെലിവറി ചെയ്യുക, ഇൻട്രാഡേയിലേക്കാണെങ്കിൽ ഇൻട്രാഡേയിലേക്കുള്ള സ്വിച്ച് ചെയ്യുക. ഞാൻ എൻ്റെ മുമ്പ് ഇൻട്രാഡേയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ICICI ഡയറക്റ്റിനുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. എങ്ങനെയാണ് ഇൻട്രാഡേ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡെലിവറി എടുക്കുന്നതാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ഓർഡർ പ്ലേസ് ആവുന്ന വരെയാണ് ഈ വീഡിയോയിൽ ഡൗൺ, കാരണം ഇപ്പോൾ മാർക്കറ്റ് അവർ അല്ല, ഞാൻ മാർക്കറ്റ് അവറിൽ അല്ലാതെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ശേഷം മാർക്കറ്റ് അവറിൽ ഓർഡർ എക്സിക്യൂട്ട് ആണ്. നാളെ ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി പാർട്ട് 2 എന്ന് പറഞ്ഞ് ഞാൻ വേറെ ഇടും. അന്നേരം എങ്ങനെയാണ് ഓർഡർ ബുക്കിൽ വന്ന് കിടക്കുന്നതെന്നും ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ക്വാണ്ടിറ്റി അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ പ്രൈസ് അടിക്കാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മാർക്കറ്റ് ഓർഡർ ആയിട്ടാണെങ്കിൽ മാർക്കറ്റ് എന്നുള്ള സ്വിച്ച് ചെയ്യുക, ലിമിറ്റഡ്, അതായത് നമുക്ക് പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ് മാർക്കറ്റ് അവർ, അന്നേരം അത് ആ പ്രൈസ് എന്താണോ അടുത്ത മാച്ച് വരുന്നത്. ഞാൻ ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു സെല്ലറിൻ്റെ മാച്ച് എപ്പോൾ വരുന്നോ അപ്പോൾ എക്സിക്യൂട്ട് ആവും. നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പ്ലസ് ഞെക്കിയാക്കി ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാൻ പറ്റും, ഇങ്ങനെ കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ എത്രയാണ് വേണ്ടത് വെച്ചാൽ എൻട്രി ആയിട്ട് ഞാൻ 50 ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. ഞങ്ങളുടെ പ്രൈസ് 174.90 ആണ് ഇടുന്നത്. അതായത് ടോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം 8,745 രൂപയാണ് എൻ്റെ ഓർഡർ വാല്യൂ വരുന്നത്. എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ഏകദേശം 10,000 രൂപയുണ്ട്. ഇനി നമുക്ക് VTC ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് എങ്ങനെ ഇടാന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് തന്നെ. ഈ ഇവിടെ ചാർജസ് ആൻഡ് മോർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ പിന്നെ ഇതെങ്ങനെ ബ്രോക്കറേജും ചെക്ക് ചെയ്യുന്നുള്ള കാണിച്ചു തരാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും, ഡേ, IOC, VTC. ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ ഇന്ന് രാവിലെ പ്ലേസ് കഴിഞ്ഞ് വൈകുന്നേരം മാർക്കറ്റ് ഓർഡർ കഴിയുമ്പോഴത്തേക്കും അത് മാർക്കറ്റ് ഡേ ആണെങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ആയി പോകും. IOC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ AM ഓർഡർ വയ്ക്കാനുള്ള വേറൊരു ഓപ്ഷനാണ്, ഇനീഷ്യൽ ഓർഡർ ഓർ ക്യാൻസൽ എന്നാണ്. അതായത് നമ്മൾ ഓർഡർ ഇട്ടു, ആ ഇനീഷ്യൽ ഫ്ലക്ച്വേഷൻ വരുമല്ലോ പ്രൈസിന്, അതായത് ആ 9 to 9:50 ആയിരിക്കും പ്രൈസ് മാച്ച് വരുന്ന സമയത്ത് മാച്ചായി ക്രോസ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവും അല്ലെങ്കിൽ ക്യാൻസൽ ആവും. പിന്നെയുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ VTC. ഞാനീ പറയാൻ വന്ന് വാലിഡ് ടിൽ ക്യാൻസലേഷൻ എന്നുള്ള ഓപ്ഷൻ, അതിലേക്ക് സ്വിച്ച് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ബൈ ഡിഫോൾട്ട് ഒരു ഡേറ്റ് വന്നിട്ടുണ്ടാവും.
ഏകദേശം 15 ഡേയ്സ് കഴിഞ്ഞുള്ള ഡേറ്റാണ്. നമുക്ക് ഡേറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു 16 എന്നുള്ള തീയതി ഇടുക, അതായത് അടുത്ത വെള്ളിയാഴ്ച വരെയും മതി. ഇതൊക്കെ 2 ആഴ്ചത്തേക്ക് ഇടുക. അപ്പോൾ ഓക്കേക്കോ, അങ്ങനെ 16 തീയതിയിലേക്ക് എന്നുള്ള രീതിയിൽ ആയി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ VTC കിടക്കുന്നത്, അതായത് ഇതാണ് പ്രൈസ് കിടക്കുന്നത്. ക്വാണ്ടിറ്റി മുകളിൽ ആദ്യം നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. വാലിഡിറ്റി ക്യാൻസൽ, അതായത് 16 തീയതി വരെ ഈ ഓർഡർ ഓപ്പൺ പൊസിഷനിൽ കിടക്കും. എപ്പോഴാണ് ഈ പ്രൈസിന് മാച്ച് വരുന്നത് അപ്പോൾ മാത്രമാണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതാണ് ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ. നമുക്കിനി എത്ര ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ വരുന്നത് അറിയണമെങ്കിൽ ഇവിടെ ഈ ചാർജസ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇതിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജസ് എന്നുള്ളത് അറിയാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതൊരു ഫുൾ സർവീസ് ബ്രോക്കറാണ് ICICI ഡയറക്റ്റ്. അത് കാരണം കമ്പാരിറ്റീവ് പെർസെൻറ്റേജിലാണ് ചാർജസ് കൂട്ടുന്നത്. അതിനനുസരിച്ച് കൂടുതലാണ് ഡിസ്കൗണ്ട് ബ്രോക്കറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഡെലിവറി എടുക്കുന്നതിന് ഫ്രീ ആണ്. അതായത് എഞ്ചിൻ ബ്ലോക്കിങ്ങിലും ഓക്കെ, വേറെ കാര്യം പറയാം. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അതിനകത്ത് ലിങ്ക് എഞ്ചിൻ ബ്ലോക്കിങ്ങിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഒക്കെ ഫ്രീ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ഓൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സൊക്കെ ഡെലിവറി എടുക്കുന്ന ഓർഡർ ഫ്രീ ആണ്. അവർ ട്രേഡിങ്ങിനെയാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിയും ഞാനിപ്പോഴും പറയുവാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റഡി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഉണ്ടാക്കാൻ പറ്റും. ട്രേഡ് ചെയ്ത് അങ്ങനെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ അതല്ല ഫീസ് ടോട്ടൽ ഒരു 67 റുപ്പീസോളം കോസ്റ്റ് വരും. എക്സാക്ട് ചാർജ് ചിലപ്പോൾ T+1 ഡേയിലാണ് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അതായത് പിന്നെയും ചിലപ്പോൾ കുറേ ചാർജസ് വരും. എൻ്റെ അത് ചെറിയ ചെറിയ ചാർജ്. അപ്പോൾ ഒരു 175 രൂപയോളം ഈ ഒരു ഡെലിവറി എടുക്കുന്ന ഓർഡറിന് തന്നെ ഒരു ഫുൾ സർവീസ് ബ്രോക്കറായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ പേ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഡെലിവറി എടുക്കുന്ന ഓർഡറിന് വരികയാണെങ്കിൽ നമുക്ക് ലിവറേജ് തരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ റെക്കോർഡ് മാർജിൻ വരുന്നത് 8,000 ആണ്. അതിൻ്റെ 1/4 ആണ് പേ ലേറ്റർ കൊടുത്താൽ വരുള്ളൂ. അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. കട ഏകദേശം 1/4, അതായത് 2000 സംതിങ് കൊടുത്താൽ മതി. പക്ഷേ ഇത് 1 ഇയർ വരെയാണ് വാലിഡിറ്റി. അതിന് ഇൻട്രസ്റ്റ് ഇവർ ഈടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അതിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയി ഇരിക്കുന്നു. VTCയിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇവിടുന്ന് ഡേറ്റ് എന്ന് വരെ വേണ്ടെന്നുള്ള ഉദ്ദേശിച്ച് കൊടുക്കുക. ഇപ്പോൾ 2 വീക്സൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. പ്രൈസ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. ഇത് എനേബിൾ ആണെങ്കിൽ ഡിസേബിൾ ചെയ്തിട്ടേക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ മാർജിൻ എടുത്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് എനേബിൾ ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം താഴെ ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഒന്നും വെരിഫൈ ചെയ്യാൻ പറ്റും. ഡെലിവറി, പ്രൈസ് എത്രയാണെന്നുള്ളതും, ഓർഡർ വാല്യൂ, ടോട്ടൽ വാല്യൂ എത്രയെന്നും, എന്ന് വരെയാണ് വാലിഡിറ്റി, ക്വാണ്ടിറ്റിയും. അതിലുള്ള ഒന്നിനും നമുക്ക് വെരിഫൈ ഉള്ള ഓപ്ഷൻ കിട്ടുകയാണ്. എന്നിട്ട് സൈപ്പ് ടു ബൈ എന്നുള്ളതിൽ സൈപ്പ് ചെയ്തേക്കും ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഓർഡർ ബുക്കിൻ്റെ അകത്ത് വന്ന് ഇതൊന്ന് കിടക്കുന്നുണ്ട്. ഓർഡർ ബുക്കിലൊന്ന് കിടക്കുന്നുണ്ട്. 50 ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിട്ടുള്ള ഡെലിവറി ടൈപ്പാണ്, VTC ആണ്. പ്രൈസ് എത്രയാണെന്നുള്ള റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്. അത് ഓർഡർ പ്രൈസ് മാച്ച് വന്നു കഴിയുമ്പോൾ അത് എക്സിക്യൂട്ടിലേക്ക് മാറും. ഇപ്പോൾ തൽക്കാലം ഇന്ന് സൺഡേ ആണ്. നാളെ മൺഡേ ഇത് എക്സിക്യൂട്ട് ആകും. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഒരു ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ഓർഡർ എടുത്ത് കിടക്കുന്നതെന്നും പിന്നെ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നവരും പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.